ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? UGCയുടെ പുതിയ ചെയർമാൻ എം ജഗദീഷ് കുമാർ ആണ്. എം ജഗദീഷ് കുമാർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഏത് പ്രധാന സംഭവത്തിനാണ് 2022 ഫെബ്രുവരി 5-ന് 100 വർഷം തികഞ്ഞത്? ചൗരി ചൗര സംഭവത്തിനാണ് 2022 ഫെബ്രുവരി 5-ന് 100 വർഷം തികഞ്ഞത്. 2022 ഫെബ്രുവരിയിൽ വെസ്റ്റ് ഇൻഡീസിലെ ആന്റിഗ്വയിൽ നടന്ന അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യ 2022 ഫെബ്രുവരിയിൽ വെസ്റ്റ് ഇൻഡീസിലെ ആന്റിഗ്വയിൽ നടന്ന അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. 2016 ഫെബ്രുവരി 13-ന് അന്തരിച്ച കവി ONV കുറുപ്പിന് സ്മാരകം നിർമ്മിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കവടിയാറിലാണ് ONV കുറുപ്പിന് സ്മാരകം നിർമ്മിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും അതിക്രമങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പ്രാപ്തരാക്കും വിധം സ്വയം പ്രതിരോധ തന്ത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് കേരള പോലീസ് തയ്യാറാക്കിയ ലഘുചിത്രങ്ങളാണ് കവചം, കാവൽ എന്നിവ. കവചം, കാവൽ. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. ആദിത്യ L1 എന്നത് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? ഡോക്ടർ വി അനന്ത നാഗേശ്വരൻ. തമിഴ്നാട് സ്വദേശിയായ ഡോക്ടർ വി അനന്ത നാഗേശ്വരനാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. സ്വതന്ത്ര ഇന്ത്യയുടെ എത്രാമത് പൂർണ്ണ ബഡ്ജറ്റ് ആണ് 2022 ഫെബ്രുവരി 1-ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത്? 75ാമത് ബഡ്ജറ്റാണ്. 75ാമത്. രാഷ്ട്രപിതാവിന്റെ 74ാം രക്തസാക്ഷി ദിനമായ 2022 ജനുവരി 30-ന് ഗുജറാത്തിലെ സബർമതി നദീതീരത്ത് ഗാന്ധിജിയുടെ ചുവർ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ടു. ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കളിമൺ കപ്പുകൾ കൊണ്ടാണ്. കളിമൺ കപ്പുകൾ കൊണ്ട്. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് കിരീടം നേടിയവർ ആഷ്ലി ബാർട്ടി, റാഫേൽ നദാൽ. വനിതാ വിഭാഗത്തിൽ ആഷ്ലി ബാർട്ടി, പുരുഷ വിഭാഗം റാഫേൽ നദാൽ. 24ാമത് ശൈത്യകാല ഒളിമ്പിക്സ് 2022 നടന്നത് എവിടെയാണ്? ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. ചൈനയിലെ ബെയ്ജിങ്. അടുത്ത ചോദ്യം, വെച്ചൂർ പശുവിന്റെ പരിപാലന രംഗത്തെ മികവിലൂടെ 2022 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ്? ശോശാമ അയ്പ്പാണ്. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രിലിംസിന് ചോദിക്കുകയും ചെയ്തു. വെച്ചൂർ പശുവിന്റെ പരിപാലന രംഗത്തെ മികവിലൂടെ 2022 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ്? ശോശാമ അയ്പ്പാണ്. സംസ്ഥാന ലോകായുക്തയിലെ ന്യായാധിപന്മാരുടെ പ്രായപരിധി പരമാവധി എത്ര വയസ്സായി ആണ് നിജപ്പെടുത്തിയത്? 70 വയസ്സാണ്. 70 വയസ്സ്. 34ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെ? തിരുവനന്തപുരത്താണ് 34ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത്. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ കായിക താരം ആര്? PR ശ്രീജേഷ് ആണ് വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ കായിക താരം. 2022 ഫെബ്രുവരിയിൽ അന്തരിച്ച ഏത് വ്യക്തിയുടെ ആത്മകഥയാണ് കഥ തുടരും? കഥ തുടരും എന്നത് KPSC ലളിതയുടെ ആത്മകഥയാണ്. KPSC ലളിത.
ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 1000ാമത്തെ മത്സരം ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ്. ഗർഭഛിദ്രത്തിനുള്ള സമയപരിധി എത്ര ആഴ്ചയായി ഉയർത്തിക്കൊണ്ടാണ് 2021 സെപ്റ്റംബറിൽ നിയമ ഭേദഗതി ഉണ്ടായത്? 24 ആഴ്ചയാണ്. 24 ആഴ്ച. എയർ ഇന്ത്യ വിമാന കമ്പനിയെ ഏറ്റെടുത്ത സ്വകാര്യ മേഖലയിലെ കമ്പനിയാണ് ടാലസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ടാലസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പ് സെറ്റപ്പ് ചെയ്ത കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പാണ് ഏറ്റെടുത്തത്. 2020 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് അന്ന ബെൻ ആണ്. 51ാമത് ചലച്ചിത്ര പുരസ്കാരം അന്ന ബെൻ. ഗാന്ധിജിയുടെ വ്യക്തി ജീവിതത്തിലെ ഏത് സംഭവത്തിനാണ് 2021 സെപ്റ്റംബർ 22-ന് 100 വർഷം തികഞ്ഞത്? വേഷവിധാനത്തിലെ മാറ്റത്തിനാണ്. വേഷവിധാനത്തിലെ മാറ്റത്തിന്. പുന്നപ്ര വയലാർ സമരത്തിന്റെ എത്രാമത് വാർഷികമാണ് 2021 ഒക്ടോബറിൽ ആചരിച്ചത്? 75ാമത് വാർഷികം. പുന്നപ്ര വയലാർ സമരം 1946. പുന്നപ്ര വയലാർ സമരത്തിന്റെ 75ാമത് വാർഷികമാണ് 2021 ഒക്ടോബറിൽ ആചരിച്ചത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ നിരീക്ഷണത്തിനായി 2021 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് സിന്ധു നേത്ര. സിന്ധു നേത്ര. സംസ്ഥാനത്ത് ആദ്യമായി സൗജന്യ വൈഫൈ സംവിധാനം സജ്ജമാക്കിയ ഗ്രാമപഞ്ചായത്താണ് മേപ്പയ്യൂർ, കോഴിക്കോട്. മേപ്പയ്യൂർ, കോഴിക്കോട്. ആരുടെ ജീവിതം ആധാരമാക്കിയ ഹിന്ദു ഉറുദു ചിത്രമാണ് ഗുൽ മക്കായി? മലാല യൂസഫ്സായിയുടെ ജീവിതം ആധാരമാക്കിയ ഹിന്ദി ഉറുദു ചിത്രമാണ് ഗുൽ മക്കായി. കേരളത്തിൽ നിർഭയ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 29-നാണ് കേരളത്തിൽ നിർഭയ ദിനം ആചരിക്കുന്നത്. പുതിയതായി രൂപവത്കരിക്കുന്ന കേരള പോലീസ് ഫുട്ബോൾ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? മലപ്പുറത്താണ് പുതിയതായി രൂപവത്കരിക്കുന്ന കേരള പോലീസ് ഫുട്ബോൾ അക്കാദമിയുടെ ആസ്ഥാനം. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരം ഏത്? കെവാദിയ, ഗുജറാത്ത്. കെവാദിയ, ഗുജറാത്ത്. ഗുജറാത്തിലെ കെവാദിയാണ് രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരം. 2020 ഒക്ടോബർ 15-ന് അന്തരിച്ച ഭാനു അദയ്യയുടെ ചരിത്ര നേട്ടം എന്താണ്? ഇന്ത്യയുടെ ആദ്യ ഓസ്കാർ അവാർഡ് ജേതാവാണ് ഭാനു അദയ്യ. ഗാന്ധി എന്ന സിനിമയുടെ വസ്ത്രാലങ്കാരത്തിനാണ് ഭാനു അദയ്യയ്ക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാനായത്. സംസ്ഥാനം മുഴുവൻ ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്ന പദ്ധതിയായ കെ ഫോൺ എന്ന പദ്ധതിയാണ് എന്ന് പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കെ ഫോൺ പദ്ധതിയുടെ പൂർണ്ണ രൂപമാണ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിലക്കുകൾ പൊളിച്ചെഴുതുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ഇനി വേണ്ട വിട്ടുവീഴ്ച. ഇനി വേണ്ട വിട്ടുവീഴ്ച എന്നത് സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിലക്കുകൾ പൊളിച്ചെഴുതുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ്. ISROയുടെ വാണിജ്യ വിഭാഗത്തിന്റെ പേരാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. NSIL, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ISROയുടെ വാണിജ്യ വിഭാഗത്തിന്റെ പേരാണ്. സംസ്ഥാന സർക്കാർ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലെ ഐമനത്തെയാണ്. സംസ്ഥാന സർക്കാർ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലെ ഐമനം. നാസയുടെ ചൊവ്വാ ദൗത്യ പേടകമായ പെർസീവിയറൻസ് ചൊവ്വയിൽ എത്തിയ എത്രാമത്തെ റോവറാണ്? 5ാമത്തെ റോവറാണ്. 5ാമത്തെ. 2021 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് മൈത്രി സേതു. മൈത്രി സേതു. 2021 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു? ടാക്കിൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ടാക്കിൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. മൊബൈൽ ഫോൺ കേരളത്തിൽ എത്തിയിട്ട് 25 വർഷം തികഞ്ഞത് എന്നാണ്? 2021 സെപ്റ്റംബർ 17-നാണ് മൊബൈൽ ഫോൺ കേരളത്തിൽ എത്തിയിട്ട് 25 വർഷം തികഞ്ഞത്. 2021 സെപ്റ്റംബർ 17. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ് ആണ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് ആര് രചിച്ച കൃതിയാണ്? അരുൺ ശൂരി രചിച്ച കൃതിയാണ് പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത്.
നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമായ ലൂസിയുടെ ലക്ഷ്യം എന്ത്? സൗരയൂഥത്തിന്റെ ഉത്ഭവം കണ്ടെത്തുക. സൗരയൂഥത്തിന്റെ ഉത്ഭവം കണ്ടെത്തുക എന്നുള്ളതാണ് ലൂസിയുടെ ലക്ഷ്യം. 45ാമത് വയലാർ അവാർഡ് നേടിയതാര്? ബെന്യാമിൻ ആണ്. ബെന്നി ഡാനിയലിന്റെ തൂലികാനാമമാണ് ബെന്യാമിൻ. 2020 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ജനപ്രീതിയും കലാമൂല്യവുമുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് അയ്യപ്പനും കോശിയും. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ ആരാണ്? സോഫി തോമസ് ആണ്. സോഫി തോമസ്. 2021 പുറത്തുവിട്ട ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 101ാമത്തെ റാങ്ക്. 101. ആരോഗ്യ സേവന രംഗത്ത് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം ലക്ഷ്യമിടുന്ന സംരംഭമാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ പുരുഷ ഹോക്കിയിൽ വെങ്കലം നേടിയത്? ജർമ്മനിയെ പരാജയപ്പെടുത്തിയാണ്. ജർമ്മനി. 2020 ഡിജിറ്റൽ ടെക്നോളജി സഭ എക്സലൻസ് അവാർഡിന് അർഹരായ സേനാ വിഭാഗമാണ് കേരള പോലീസ്. കേരള പോലീസ്. ERMB എന്ന ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ERMB എന്ന ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ രാജ്യം ചൈനയാണ്. ഏത് രോഗമുള്ളവർക്ക് വേണ്ടിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ആശ്രയധാര എന്ന പദ്ധതി നടപ്പിലാക്കിയത്? ഹീമോഫീലിയ. ഇന്ത്യയിലെ 300ഓളം പ്രമുഖ വ്യക്തികളുടെ ഫോൺ സംഭാഷണം ചോർത്തിയതായി പറയപ്പെടുന്ന ഇസ്രായേലിന്റെ ചാര സോഫ്റ്റ്വെയറിന്റെ പേരാണ് പെഗാസസ്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.